ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഔട്ട്ബൗണ്ട് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി, ഇൻബൗണ്ട് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി, എങ്ങനെ ഇൻബൗണ്ട് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്യാം. ഈ വീഡിയോ ഉപകാരപ്പെടുന്നത് ബിസിനസ് ചെയ്യുന്നവർക്ക്, ബിസിനസ് ചെയ്യാൻ പോകുന്നവർക്ക്, ബിസിനസ്സിനോട് താല്പര്യമുള്ളവർക്ക്, ബിസിനസ് മാനേജ്മെന്റ്, കൊമേഴ്സ് എന്നീ വിഷയങ്ങൾ പഠിക്കുന്നവർക്കും പഠിപ്പിക്കുന്നവർക്കും. ലോകത്തിലെ ആദ്യത്തെ TV പരസ്യം ഏതാണ്? എല്ലാവർക്കും നമസ്കാരം, ഞാൻ സിജു രാജൻ. ജൂലൈ 1 ഉച്ചതിരിഞ്ഞ് 2:29 അമേരിക്കൻ TV ചാനലിൽ ബുലോവ എന്ന ന്യൂയോർക്ക് ബേസ് ചെയ്തിട്ടുള്ള ഒരു വാച്ച് കമ്പനിയുടെ പരസ്യമായിരുന്നു ലോകത്തിൽ ആദ്യമായി TV പ്രത്യക്ഷപ്പെട്ട പരസ്യം. 10 സെക്കൻഡ് മാത്രം ദൈർഘ്യമുള്ള പരസ്യം ഇതായിരുന്നു. America runs on Bolivar time. അതിനുശേഷം ധാരാളം പരസ്യങ്ങൾ TV, ന്യൂസ് പേപ്പർ, റേഡിയോ, ഫ്ലെക്സുകൾ, ടെലിഫോൺ തുടങ്ങിയവയിലൂടെയെല്ലാം നമ്മൾ കാണാൻ തുടങ്ങി. അതായത് ഇത്തരം പരസ്യങ്ങളിലൂടെ കസ്റ്റമേഴ്സിനെ ബിസിനസ് തേടി കണ്ടുപിടിക്കുന്നു. ഇതിനെ പറയുന്ന പേരാണ് ഔട്ട്ബൗണ്ട് മാർക്കറ്റിംഗ്. പക്ഷെ ഇന്നത്തെ കാലത്ത് ഈ ഔട്ട്ബൗണ്ട് മാർക്കറ്റിംഗിൽ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മൾ പ്രതീക്ഷിച്ച ഒരു റിസൾട്ട് കിട്ടാറില്ല. കാരണം നമ്പർ 1, ഓൺലൈൻ സ്ട്രീമിംഗ് വന്നതോടുകൂടി അഡ്വർടൈസ്മെന്റ്സിനെ സ്കിപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് കിട്ടി. നമ്പർ 2, ഡിജിറ്റൽ മ്യൂസിക്കും സാറ്റലൈറ്റ് റേഡിയോസും എല്ലാം റേഡിയോ അഡ്വർടൈസ്മെന്റ്സിനെ അവോയ്ഡ് ചെയ്യുന്നുണ്ട്. നമ്പർ 3, ഇന്റർനെറ്റിലൂടെ ന്യൂസ് വായിക്കാൻ തുടങ്ങിയതോടുകൂടി പ്രിന്റ് മീഡിയാസിലുള്ള അഡ്വർടൈസ്മെന്റ്സിന് പ്രാമുഖ്യമില്ലാതായി. നമ്പർ 4, ഇന്റർനെറ്റിൽ നമ്മൾ ബ്രൗസ് ചെയ്യുന്ന സമയത്ത് പ്രത്യക്ഷപ്പെടാറുള്ള ഓൺലൈൻ ബാനർ ആഡ്സിനെ ആഡ് ബ്ലോക്കേഴ്സ് വെച്ച് നമുക്ക് ബ്ലോക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യം കിട്ടിത്തുടങ്ങി. നമ്പർ 5, കമ്പനീസ് അയക്കാറുള്ള ഇമെയിൽ സെയിൽസ് ലെറ്റേഴ്സ് എല്ലാം സ്പാം ഫോൾഡേഴ്സിലേക്ക് ആവാനും തുടങ്ങി. നമ്പർ 6, ടെലിമാർക്കറ്റിംഗ് കോൾസ് എല്ലാം ഡു നോട്ട് കോൾ ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്ത് അതിനെ ബ്ലോക്ക് ചെയ്യാനും തുടങ്ങി. നമ്പർ 7, റോഡ് സൈഡ്സിലുള്ള വലിയ വലിയ ഫ്ലെക്സുകൾ വാഹനത്തിൽ 60-40 കിലോമീറ്റർ വേഗതയിൽ പോകുന്ന സമയത്ത് അങ്ങനെ ആരും ശ്രദ്ധിക്കാറുമില്ല. അതുമാത്രമല്ല, ഇന്ന് ഇന്ത്യയിൽ 241 മില്യൺ ഫേസ്ബുക്ക് യൂസേഴ്സ് ഉണ്ട്. ഏറ്റവും കൂടുതൽ മൊബൈൽ പെനിട്രേഷൻ ഉള്ളത് നമ്മുടെ ഈ കേരളത്തിൽ തന്നെയാണ്. 33 മില്യൺ ജനങ്ങളുള്ള നമ്മുടെ കേരളത്തിൽ 30 മില്യൺ മൊബൈൽ കണക്ഷൻസ് ആണുള്ളത്. അതിൽ തന്നെ 34.71% മൊബൈൽസിലും ഇന്റർനെറ്റ് സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. അതായത് ഈ സോഷ്യൽ മീഡിയാസും ഇന്റർനെറ്റും എല്ലാം നമ്മുടെ ബൈയിങ് ബിഹേവിയറിനെ വലിയ രീതിയിൽ തന്നെ സ്വാധീനിക്കുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് നമ്മളൊരു മൊബൈൽ ഫോണോ വാച്ചോ സൺഗ്ലാസോ ഏതൊരു ഉൽപ്പന്നമാണെങ്കിലും വാങ്ങാനായിട്ട് നമ്മൾ ആദ്യം ചെല്ലുന്നത് ഇന്റർനെറ്റിലായിരിക്കും. അതിൽ നമ്മൾ റിവ്യൂസും അതിൻ്റെ റേറ്റിംഗ്സും റാങ്കിങ്സും അതിനെക്കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷനും വീഡിയോസും എല്ലാം താരതമ്യപ്പെടുത്തിയതിനു ശേഷമായിരിക്കും നമ്മളൊരു ഉൽപ്പന്നം ചൂസ് ചെയ്യുന്നത്. പണ്ടെല്ലാം കസ്റ്റമേഴ്സിനെ തേടി ബിസിനസ് അങ്ങോട്ട് ചെല്ലുന്ന ഒരു രീതിയായിരുന്നുവെങ്കിൽ ഇന്ന് ബിസിനസ്സിനെ തേടി അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങളെ തേടി കസ്റ്റമേഴ്സ് ഇന്റർനെറ്റിലേക്ക് വരുന്ന ഒരു രീതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇങ്ങനെ വരുന്ന സമയത്ത് ഏറ്റവും മികച്ച കണ്ടന്റുകൾ, കസ്റ്റമേഴ്സിന് ആവശ്യമുള്ള ഏറ്റവും മികച്ച കണ്ടന്റുകൾ തന്നെ നമുക്ക് നൽകാൻ കഴിയണം. ഇതിന് പറയുന്ന പേരാണ് ഇൻബൗണ്ട് മാർക്കറ്റിംഗ്. ഇൻബൗണ്ട് മാർക്കറ്റിംഗിൽ കുറച്ച് സ്റ്റേജസ് ഉണ്ട്. അതിൽ ആദ്യത്തേത്, ഒരു വ്യക്തി ഒരു സ്ട്രേഞ്ചർ ആയിട്ട് ഇന്റർനെറ്റിലൂടെ ഒരു പ്രോഡക്റ്റിനെ അന്വേഷിച്ച് വരുന്ന സമയത്ത് ആ വ്യക്തിയെ അട്രാക്ട് ചെയ്ത് നമ്മുടെ പ്രോഡക്റ്റിന്റെ അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിന്റെ വിസിറ്റർ ആക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റേജ്. അവിടെ ബ്ലോഗുകളും കീവേഡ്സും സോഷ്യൽ മീഡിയാസും സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷനും ഇവയെല്ലാം യൂസ് ചെയ്ത് ഒരു സ്ട്രേഞ്ചറിനെ അട്രാക്ട് ചെയ്ത് നമ്മുടെ പ്രോഡക്റ്റിന്റെ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസിന്റെ വിസിറ്റർ ആക്കി മാറ്റുക എന്നതാണ് ഫസ്റ്റ് സ്റ്റേജ്. വിസിറ്റേഴ്സിന്റെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത പ്രധാനപ്പെട്ട ടാസ്ക്. അതായത് ഈ വിസിറ്റേഴ്സിനെ ലീഡാക്കി മാറ്റുക. അങ്ങനെ മാറ്റാനായി ഈ വിസിറ്റേഴ്സ് നമ്മുടെ വെബ്സൈറ്റ് സന്ദർശിക്കുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു ഫോം ഫില്ല് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുക, അതല്ലെങ്കിൽ ഒരു ലൈവ് ചാറ്റ് ടൂൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അതിൽ നിന്നും എന്തെങ്കിലും ഇൻഫർമേഷൻ അവരിൽ നിന്ന് കളക്ട് ചെയ്യുക. ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്ത് മാക്സിമം ഇൻഫർമേഷൻ ഈ വിസിറ്റേഴ്സിന്റെ കയ്യിൽ നിന്നും കളക്ട് ചെയ്യുക. അടുത്തതായി ഈ ലീഡ്സിനെ കസ്റ്റമേഴ്സ് ആക്കി മാറ്റുക. അതിനായിട്ട് ഇവരിലേക്ക് ഈ ഉൽപ്പന്നത്തിന്റെ അഡ്വർടൈസ്മെന്റ് വളരെ സ്ട്രാറ്റജിക്കലായിട്ട് ഓഫേഴ്സൊക്കെ നൽകിക്കൊണ്ട് ഇവരിലേക്ക് എത്തിക്കുക. അതിനായിട്ട് ഫേസ്ബുക്കും വാട്സാപ്പ് ബിസിനസ് ആപ്പും എല്ലാം നമുക്ക് ഉപയോഗപ്പെടുത്താം. പക്ഷേ അവിടെ തീരുന്നില്ല. ഈ കസ്റ്റമേഴ്സിനോട് നല്ല റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്ത് അവരോട് ഈ ഉൽപ്പന്നത്തെക്കുറിച്ചുള്ള റിവ്യൂവും റേറ്റിംഗും എല്ലാം രേഖപ്പെടുത്താൻ ആവശ്യപ്പെട്ട് അവരിലേക്ക് കൂടുതൽ ഉൽപ്പന്നങ്ങൾ എത്തിച്ചു കൊടുത്ത് അവരെ ഈ ഉൽപ്പന്നത്തിന്റെ പ്രൊമോട്ടറാക്കി മാറ്റുക എന്നുള്ളതാണ് അടുത്ത പ്രധാനപ്പെട്ട സ്റ്റേജ്. ചുരുക്കി പറഞ്ഞാൽ, ഒരു സ്ട്രേഞ്ചറായി വന്ന വ്യക്തിയിലേക്ക് ഒരു ഉൽപ്പന്നത്തെ പരിചയപ്പെടുത്തി അവരെ ഒരു കസ്റ്റമറാക്കി അവരുടെ ഫാമിലി, ഫ്രണ്ട്സ്, ജനറൽ പബ്ലിക് എന്നിവരിലേക്ക് ഈ ഉൽപ്പന്നത്തെ എത്തിക്കുന്ന
പ്രൊമോട്ടറാക്കി അവരെ മാറ്റുന്ന രീതിയെ പറയുന്ന പേരാണ് ഇൻബൗണ്ട് മാർക്കറ്റിംഗ്. ഇത്തരത്തിൽ നിങ്ങളുടെ ബിസിനസ്സിലും ഇൻബൗണ്ട് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി പ്രയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ബിസിനസ്സിനെ വളരെ ഉന്നതങ്ങളിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നാടോടുമ്പോൾ നടുവേ ഓടണം നമ്മൾ പറയാറുണ്ട്, പക്ഷേ നാടോടുമ്പോൾ ഒരുപടി മുന്നേ ഓടാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സിജുരാജൻ സൈനിങ് ഓഫ്. ഗുഡ് ബൈ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. അതിനോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള മാനേജ്മെന്റ് റിലേറ്റഡ് വീഡിയോസിനായിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.